കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഇത്തിരി എയർ ഡ്രൈ ക്ലേ ആണത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പോണത്. ആദ്യം നമ്മൾ നമ്മുടെ അടുത്ത ക്ലേ ഇങ്ങനെ ഒരു ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ പരത്താൻ എടുത്തിട്ടുള്ള സാധനം നിങ്ങൾ നോക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയല്ലോ. ഇനി നമുക്കിതിനൊന്ന് റൗണ്ടാക്കി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണുന്ന പോലെ ഒഴിഞ്ഞൊരു മാസ്കിംഗ് ടേപ്പിൻ്റെ റോൾ എടുത്തിട്ടുണ്ട്. അത് ഈ കാണുന്ന പോലെ നമ്മൾ ആ ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോളിൻ്റെ ഷേപ്പ് നമുക്ക് ആ ക്ലേയുടെ മേലെ കിട്ടും. എന്നിട്ട് ആ മാർക്കിലൂടെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ ക്ലേ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തപ്പോഴേ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ഫിനിഷിങ് അല്ലാത്ത പോലെ തോന്നും. അത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് മിനുസപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി കിട്ടും കേട്ടോ. ഇനി ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്ലേൻ്റെ മേലെ നമുക്ക് ചെറിയൊരു അലങ്കാരപ്പണി കൂടെ ചെയ്യാനുണ്ട്. ഇത് എത്രത്തോളം വർത്തായിട്ടുണ്ടെന്നുള്ളത് നിങ്ങളിതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ആ പറഞ്ഞൊരു അലങ്കാരപ്പണി ഉണ്ടല്ലോ, അതെന്താണെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ടൊരു ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. ആ ഈർക്കിൾ വെച്ചിട്ട് ഈ കാണുന്ന പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈർക്കിളെടുത്തിട്ട് ചെരിയാതെ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പാട് നമുക്ക് അതിൻ്റെ മേലെ കിട്ടും. അങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ക്ലേ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ കൈ പിടിച്ചിരിക്കുന്ന റോസ് കളറിലുള്ള ഒരു ടൂള് കണ്ടു. ഇതിൻ്റെ ഒരു സൈഡ് വെച്ചിട്ട് നമ്മൾ ഈർക്കിൾ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അതിലൂടെ ഒന്ന് ഇതുപോലെ ചാല് പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. ഈ ക്ലേ വാങ്ങിച്ചപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്നുള്ളതൊന്ന് റീലായിട്ട് ഇടാം കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ റൗണ്ട് ബേസ് ഇല്ലേ, അതിൻ്റെ ചുറ്റോറും ക്ലേ വെച്ചിട്ട് തന്നെ ഫ്രില്ല് പോലെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ പ്ലാന്. പിന്നെ എന്താ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആദ്യം തുടക്കത്തിലേ കാണിച്ചു തന്നല്ലോ, അത്ര വലുപ്പത്തിലുള്ള ക്ലേ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര വലിയ ഐഡിയ ഒക്കെ പ്ലാൻ ചെയ്യാനിരുന്നത്. ഇതുരുട്ടി പരത്തിയെടുത്ത് നമുക്ക് വേണ്ട റൗണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ബാക്കി ഉണ്ടായിരുന്നത് ആകെ കുഞ്ഞു പീസാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച പ്ലാൻ എന്തായാലും നടക്കില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിതാ ഈ ഒരു ക്ലേ ഉണ്ടല്ലോ, ഇത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് എൻ്റെ ഐഡിയ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങി. ഇത്രയും കളർ ക്ലേ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി, ഇതിലേത് കളർ ക്ലേ എടുത്ത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുള്ളത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തായാലും നമ്മുടെ ബേസിന് കളർ ചെയ്യണമല്ലോ. അപ്പോൾ ഏത് കളറാണോ നമ്മുടെ കയ്യിലുള്ളത് അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ എടുക്കാമെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഓറഞ്ച് അക്രൈലിക് പെയിൻറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഓറഞ്ച് കളറായിട്ടുള്ള ഒരു ക്ലേയും കൂടെ ഞാൻ അതിന് എടുത്തു. ഇതിലെനിക്ക് ഏറ്റവും റിസ്ക്കായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ക്ലേ പുറത്തെടുക്കുന്നത്. പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ പുറത്തെടുക്കുന്നത്. അവരൊക്കെ എത്ര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ഉള്ളിൽ വിരലിട്ടിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമുക്കിവിടെ കുറച്ചധികം ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാക്കറ്റ് ഫുള്ള് വേണമായിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ഞാൻ അതിൻ്റെ ഉള്ളിൽ വിരലിട്ട് എങ്ങനെയൊക്കെയോ പുറത്തെടുത്തു. പിന്നെ വീണ്ടും വീണ്ടും കിട്ടാതായപ്പോൾ എനിക്ക് വന്നൊരു ബുദ്ധിയാണ്, ആ ക്ലേ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ ആ കവറിന് നമ്മൾ പുറം മറച്ചെടുക്കുക. അപ്പോൾ ക്ലേ പുറത്തേക്ക് വരും. അങ്ങനെ അതെടുക്കാൻ വളരെ എളുപ്പമായി തോന്നിയിട്ടോ എനിക്ക്. അത് ഫുള്ളെടുത്തിട്ടും ഞാൻ വിചാരിച്ച ക്രാഫ്റ്റ് ചെയ്യാൻ അത് തികയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ക്ലേ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ കളറും കൂടെ മാച്ചായിട്ട് കിട്ടേണ്ടതുകൊണ്ട് ഞാൻ ഈ റെഡും യെല്ലോയും കൂടെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് സിമിലറായിട്ട് നമുക്ക് ഓറഞ്ചിഷ് ആയിട്ടുള്ളൊരു കളർ കിട്ടും. അപ്പോൾ നമ്മുടെ ഓറഞ്ച്, യെല്ലോ, റെഡ് ക്ലേ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നീളത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കാണുന്ന പോലെ അതിനെ ഫ്രില്ലാക്കിയിട്ടൊന്ന് സെറ്റ് ചെയ്ത് നോക്കി. അപ്പോഴത്തെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഇത് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചു. പകരം നമ്മൾ ഉരുട്ടിയെടുത്ത ക്ലേ ഉണ്ടല്ലോ, അത് ഞാൻ ഈ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി സെറ്റ് ചെയ്തെടുത്തേ. ഇതിൽ ഓരോ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസിനെ നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകളാക്കി മാറ്റാൻ പോവാണ്. ഈ കാണുന്ന പോലെ അതിനാദ്യം ഞാനൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ക്ലേ ടൂൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് വളച്ചെടുത്തിട്ട് ആ ക്ലേ ടൂളിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ലൈൻസ് പോലെ മാർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസ് ഉണ്ടല്ലോ, അതിന് ചുറ്റുമായിട്ട് ഈ കാണുന്ന ഇതളുകളൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ വർക്ക് ഫിനിഷ്. ഇനി കളർ ചെയ്യാന്നുള്ളൊരു പരിപാടിയും കൂടെ ബാക്കിയുള്ളൂ. നമ്മുടെ ആ ബേസിനകത്ത് നമ്മൾ ചാല് പോലെ ഉണ്ടാക്കിയെടുത്തത് ആ ഒരു സ്ട്രക്ചറിൽ മാത്രം പെയിൻറ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നു. അങ്ങനെ അവിടെ മാത്രം പെയിൻ്റ് അടിച്ചെടുത്തപ്പോൾ ഏതാണ്ട് ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. അതിനെന്തോ ഒരു ഫിനിഷിങ് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അതിനെ ഫുള്ളായിട്ട് അങ്ങ് കളർ ചെയ്തെടുത്തു.